ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലോട്ടൊരു എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ജഗന്നാഥ്. ഇവനാണെങ്കിൽ കോട്ടയത്ത് നിന്നാട്ടോ വന്നത്. ഇവൻ്റെ വീട് ട്രിവാൻഡ്രമാണ്, പക്ഷേ കോട്ടയത്താണ് ഏവിയേഷൻ പഠിക്കട്ടോ. ഈ ഒരു പിക്ചർ അവൻ വരച്ചുകൊണ്ട് തന്നേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവൻ എന്നോട്ട് പറയുന്നുണ്ടായിരുന്നു വരച്ചുകൊണ്ട് തരാമെന്നൊക്കെ. പിന്നെ നമ്മുടെ പൂക്കിയും വന്നിട്ടുണ്ടായിരുന്നു, നിയാസിയേട്ടൻ. അവർ രണ്ടുപേരും വന്നായിരുന്നു കേട്ടോ. അപ്പം അവർ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. അപ്പം ഞാൻ അതിന് ബുൾസയൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. പിന്നെ അങ്ങോട്ടങ്ങോട്ട് കഥ പറച്ചിലായി, പരദൂഷണമായി. കഥ കേട്ടുകൊണ്ടിരുന്ന ഒരാൾ ബുൾസയിക്കുക. അതിൻ്റെ വീട്ടിൽ കിടന്ന് പപ്പുമ്മ ഭയങ്കര ബഹളമാക്കി. മുട്ടയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേക്കിനും അവളിങ്ങനെ രണ്ടുപേരും കഴിച്ചപ്പോഴും മാറി മാറി നിൽക്കുക. അങ്ങനെ പിന്നെ ജഗന്നാഥിൻ്റെ കഥ തീരത്തില്ല. അവനിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അവനാണ്ടെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കഥ കേട്ടാലും തീരത്തില്ല. കുഞ്ഞിലത്തെ മുതലുള്ള എല്ലാ സ്റ്റോറീസും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഞാൻ അപർണ ചേച്ചി എനിക്ക് കൊണ്ടുവന്ന മുട്ടാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു, മറ്റേ ഇന്നലത്തെ വ്ളോഗിലുണ്ടായിരുന്നു. അവിടുത്തെ പിസ്താശി എനിക്ക് കൊണ്ട് തന്നായിരുന്നു എന്ന്. അപ്പോൾ അതാണെങ്കിൽ ഞാൻ ഇന്നാണ് പൊട്ടിച്ചത്. അങ്ങനെ അത് പൊട്ടിക്കുന്നതിൻ്റെ ഒരു ബഹളം വേറേത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി 50-50 ആക്കി കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ബിരിയാണി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അമ്മ ബിരിയാണി ഉണ്ടാക്കി തന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് പിന്നെയും നമ്മൾ കഥ പറച്ചിൽ തീരത്തില്ലല്ലോ ഇങ്ങനെ ഇരുന്ന്. പിന്നെ ജഗന്നാഥിൻ്റെ പരിപാടി ഇതൊക്കെ. ഞാൻ ഏത് കൂറക്കോലത്തിൽ ഇരിക്കുന്നത് അപ്പം അവൻ വീഡിയോ എടുത്തിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ നിയാസിനോടി നമ്മളെവിടെ പോവാ? നമ്മളൊരു ഏണി എടുക്കാൻ പോകും. ഏണിയും കൊണ്ട് ഏണി എടുക്കാൻ പോകും. ഏണി എടുക്കാനുണ്ടായിരുന്നു കേട്ടോ വീട്ടിലത്തേക്ക്. അപ്പോൾ അതിനായിട്ട് പോയത് അങ്ങോട്ട്. അങ്ങനെ നേരെ അലീനയുടെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട്. അവളുടെ വീട്ടിൽ പോയി നമ്മൾ ഏണിയൊക്കെ എടുത്തിട്ട് തിരിച്ച് വന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടി നേരെ മണപ്പള്ളിലോട്ട് പോയി. ഒരു ചായ കുടിക്കാം എന്നുള്ള പ്ലാനിലാണ് പോയത്. പക്ഷേ ചായയൊക്കെ നമ്മൾ മാറ്റി പിടിച്ചിട്ട് നമ്മൾ അവിടെ ചെന്ന് ജ്യൂസ് കുടിക്കാനായിട്ട് പ്ലാൻ ചെയ്തു. അവിടെ ചെന്നിരുന്ന് അതിനപ്പുറത്തെ സംസാരം നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയൊക്കെയോ പറയും. പിന്നെ കടിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കടിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇരുന്ന് ഇവർ രണ്ടുപേരുടെ കളിയാക്കും. ഒരാൾ പറയാം, അടുത്ത ആൾ കിടന്ന് ചിരിക്കും. അപ്പം ഇനി നിരന്ന് മേടിക്കുന്നില്ലയോ. എനിക്ക് വീട്ടിലോട്ട് ആൾക്കാർക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം ഈ ഒറ്റ മോളായിട്ട് വളർന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാരിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവർ പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അങ്ങനെ ജഗന്നാഥിനെ ചേട്ടൻ വവ്വക്കാവിലോട്ട് ഇറക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും